എടി അവന്റെ കാറിൽ പോണോടി. അവനൊരുമാതിരി സംസാരിക്കും. ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ബസ്സിന് പോക്കൂടെ? ബസ്സിന് പോണ കാശിനെ കാറിനാവുള്ളൂ. പിന്നെ കാറിൽ നമുക്ക് ജോലിയായിട്ട് പോവാലോ. പിന്നെ അവൻ പണ്ടത്തെ പോലെ ഒന്നല്ല, ആളാകെ മാറി. അവനാ? രച്ചു കിച്ചു നിങ്ങൾ എത്തിയാ? ആ ബാഗ് താ ബാഗ് താ. വാ. ആ ഇനി ഇതെന്റെ കാറല്ല, നമ്മുടെ കാറാണ്. കംഫർട്ട് ആയിരിക്ക. അല്ലെങ്കിൽ വേണ്ട, നിങ്ങളുടെ കാറിൽ ഞാൻ ട്രിപ്പ് വരുന്നു, അങ്ങനെ വിചാരിച്ചാ മതി. ഞാൻ പറഞ്ഞില്ല അവൻ ആകെ ആള് മാറിയെന്ന്. കേറിയിരിക്കേ. പിന്നെ കേറിയിരിക്കുമ്പോ ആ ഡോറൊന്ന്. രച്ചു, ഇത് നിന്റെ അച്ഛന്റെ പഴയ മാരുതി 800 അല്ല, പുതിയ വണ്ടിയാ. ഡോറ് പതുക്കെ അടക്കണം. സോറിടാ. എടി കിച്ചു പതുക്കേടി, നീ അത് വലിച്ചെടുക്കോ, ഞാൻ ചെയ്തു തരാം. സീറ്റ് ബെൽറ്റ് ഇടാ അറിയാതെ മുന്നിൽ വന്നിരിക്കുന്നു. ഓരോന്ന് ഇറങ്ങിക്കോളും, കാർ ഇതുവരെ കാണാത്തവരുടെ പോലെ. രച്ചു, നീ കാർ എടുക്കണമെന്ന് പറഞ്ഞിട്ട് എന്തായി? അടുത്ത കൊല്ലം എടുക്കാന്ന് വിചാരിക്കുന്നേ. നീ കാർ എടുത്ത ശേഷം നീ നിന്റെ വണ്ടിയിൽ പോവോ അതോ ഇതേപോലെ ഓസിയിൽ വരുമോ? നീ എന്താ സംസാരിക്കുന്നേ? ഇല്ലടി, ഞാൻ വെറുതെ ചുമ്മാ പറഞ്ഞ. നീ എൻജോയ് ചെയ്തിരിക്കേ. എടാ വണ്ടി നിർത്തിയേ, എനിക്കൊന്ന് ഛർദിക്കണം. ഈ ഛർദിക്കണം എന്നുള്ളവർക്കൊക്കെ ബസ്സിൽ പോയ പോരെ, കാറിൽ എന്തിനാ വരണേ? എനങ്ങാതിരിക്കി. ബാക്കില് വണ്ടി നോക്കാളുക. ചാരി ഇരിക്കല്ല, സീറ്റും എണ്ണക്കറിയോ. ഒന്ന് എണീറ്റേ. ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ എന്റെ ആന്റിയുടെ വീട്ടിലേക്ക് പോവാ. വാ, നിങ്ങള് വാ. നിങ്ങളുടെ സ്വന്തം വീട് പോലെ കരുതിയാ മതി. കിച്ചു, രച്ചു.